നിങ്ങളുടെ ടീം ഏതുമാകട്ടെ, കളിക്കുന്നത് ലയണൽ സ്കലോണിയുടെ അർജന്റീനയോടാണെങ്കിൽ വിജയം നേരത്തെ ആഘോഷിക്കരുത്. കാരണം അത് നിങ്ങളെ വല്ലാതെ നിരാശരാക്കും. റഫറിയുടെ കണ്ഠനാളത്തിൽ നിന്നും അവസാന വിസിൽ ഉയരുന്നതുവരെ നിങ്ങൾ ശ്വാസമടക്കി കാത്തിരുന്നേ പറ്റൂ. അല്ലാത്ത പക്ഷം അവസാന നിമിഷങ്ങളിൽ കഠാരകളുമായി ഇരച്ചുകയറുന്ന വേട്ടക്കാരെ പോലെ അവർ നിങ്ങളുടെ നെഞ്ചകം പിളർക്കും. പിന്നെ അവിടെ ഒരു നീലക്കൊടി കുത്തിയിറക്കി ആഘോഷം തുടങ്ങും. ഏത് നിമിഷത്തിലാണോ ഈ അൽബി സെലസ്റ്റകളെ പ്രണയിച്ചു തുടങ്ങിയത്, ആ നിമിഷത്തോട് ഓരോ അർജന്റീന ആരാധകരും ഉള്ളിൽ നന്ദി പറയുന്നുണ്ടാകും. ഉറക്കാൻ വന്നവരുടെ ഉറക്കം കളഞ്ഞ് കാൽപന്തിൻ്റെ മാന്ത്രിക മിശിഹ ആടിത്തിമിർത്ത മനോഹര നിമിഷങ്ങൾ. തളർന്നുപോയൊരു പടക്കളത്തിൽ തകർന്നുപോയൊരു നിമിഷങ്ങളിൽ ആ അവസാന മിനിറ്റുകളുടെ വീഡിയോ ഫുട്ടേജുകൾ നിങ്ങൾ എടുത്തു കാണുക. അത് നിരാശയുടെ കയങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കും. സിരകളിൽ തീ പടർത്തിയ അഡ്രിനാലിനെ തിളപ്പിച്ച ആ 20 മിനിറ്റുകൾ, പ്രതിരോധത്തിൻ്റെ വൻമതിലുകൾ തീർത്ത് അഹങ്കാരത്തോടെ കെട്ടിപ്പൊക്കിയ ഇംഗ്ലീഷ് കോട്ടയെ തവിടുപൊടിയാക്കാൻ വേണ്ടി വന്നത് വെറും 6.5 മിനിറ്റുകൾ. 55-ാം മിനിറ്റിൽ ആന്റണി ഗോർഡൻ നൽകിയത് വിജയ ഗോളാണെന്ന കോൺഫിഡൻസിൽ കോട്ടവാതിലുകൾ അടച്ചുപൂട്ടാനെടുത്തത് തൻ്റെ ജീവിതത്തിലെ മോശം തീരുമാനമായിരുന്നുവെന്ന് തോമസ് ടുഹേൽ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകും. തങ്ങൾ ജയിച്ചു എന്ന അഹങ്കാരത്തിൽ ഇംഗ്ലീഷ് പട അണിനിരന്നപ്പോൾ സ്കലോണി ഒട്ടും കുലുങ്ങിയില്ല. പകരം ഓരോരുത്തരെയായി മൈതാനത്തേക്ക് ഇറക്കി വിട്ടു. പിന്നീട് മൈതാനത്ത് വിരിഞ്ഞത് മാരിവില്ലുകളും ഇടിമിന്നലുകളുമാണ്. അർജന്റീൻ ഊർജത്തിൻ്റെ മഹാപ്രളയം. ലിയോണൽ മെസ്സി പീലി വിടർത്തി നിറഞ്ഞാടി. ഡീപോൾ മധ്യനിരയിൽ ജീവൻ കൊടുത്തു. നീക്കോ ഗോൺസാലസ് വലതുവശത്തു നിന്നും ആഞ്ഞടിച്ചു. ആർത്തിരമ്പ് ഇംഗ്ലീഷ് കോട്ടയിലേക്ക് പാഞ്ഞു വന്ന വെടിയുണ്ടകളെ ജോർഡൻ പിക്ഫോർഡ് ഒരുപാട് തവണ ചേർത്തു നോക്കി. എന്നാൽ നീലക്കടലിൻ്റെ ഇരമ്പലിനെ തടഞ്ഞു നിർത്താൻ ആ കൈകൾ പോരായിരുന്നു. ഒടുവിൽ ഇംഗ്ലണ്ട് ഭയന്നത് തന്നെ സംഭവിച്ചു. മത്സരത്തിൻ്റെ 85-ാം മിനിറ്റ്, ഇംഗ്ലണ്ടിനെ സ്വപ്നങ്ങളുടെ പർദീസയിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കിയ ഗോൾ. ഇംഗ്ലീഷ് ബോക്സിന് പുറത്ത് തികച്ചും അൺമാർക്കഡായി നിന്നിരുന്ന എൻസോ ഫെർണാണ്ടസിന് മെസ്സി ഒരു പന്ത് നീട്ടി നൽകുന്നു. മെസ്സിയുടെ കയ്യൊപ്പിട്ട പന്ത് സ്വീകരിച്ച എൻസോ ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർഡൻ പിക്ഫോർഡിൻ്റെ പൊസിഷൻ നോക്കി ഒരൊറ്റ സെക്കൻഡ് ഒന്ന് കണ്ണയച്ചു. പൊടുന്നനെ വലതുകാലിൽ നിന്നും ഒരു മിസൈൽ തുളച്ചു കയറുകയാണ്. ഇംഗ്ലണ്ടിൻ്റെ ഓവർ കോൺഫിഡൻസിൻ്റെ വൻമതിലുകളെല്ലാം തകർന്നു തരിപ്പണമായ നേരം ഇംഗ്ലണ്ട് അതൊരു മിന്നായം പോലെ കണ്ടതേയുള്ളൂ. അറ്റ്ലാന്റയിലെ ഗാലറികൾ നീലക്കടലായി ഇരമ്പിയ നേരം. മത്സരത്തിൻ്റെ സകല മൊമെൻ്റവും അതോടെ അർജന്റീനയിലേക്ക് തിരിഞ്ഞു. ലിയോണൽ മെസ്സി പിന്നെയും ആട്ടം തുടർന്നു. ഇഞ്ചുറി ടൈമിൽ ഇടതുകാൽ കൊണ്ട് ഓമനിച്ച് വലതുകാൽ കൊണ്ട് അളന്നു മുറിച്ചൊരു ക്രോസ്. പ്രതിമകളായി നിന്ന ഇംഗ്ലീഷ് ഡിഫൻഡർമാർക്കിടയിലൂടെ ഒരു വേട്ടക്കാരൻ്റെ കൃത്യതയോടെ സ്കലോണിയുടെ സൂപ്പർ സബ് ലൗതാരോ മാർട്ടിനസ് ഉയർന്നു പൊങ്ങി. യെസ്, ദിസ് ഈസ് സ്കലോണി ടൈം. എതിരാളികളുടെ അവസാന ശ്വാസവും കുത്തിയെടുക്കുന്ന ക്രൂരമായ വേട്ടയാടലിൻ്റെ സമയം. വെറും 6.5 മിനിറ്റുകൾ കൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ 60 വർഷത്തെ കിനാവുകളാണ് അർജന്റീന ചവിട്ടിമതിച്ചത്. ഗോൾ വീണ ഉടനെ ജൂഡ് ബെല്ലിംഗാം നിരാശയുടെ ഭാരത്താൽ പച്ചപ്പുല്ലിലേക്ക് മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കി കണ്ണീർ വാർക്കുന്നത് കാണാമായിരുന്നു. ഇംഗ്ലീഷ് കവികൾക്ക് പാടി നടക്കാൻ മറ്റൊരു മെലോഡ്രാമ കഥ കൂടി. അവസാന മിനിറ്റുകളിൽ ഇംഗ്ലണ്ട് പേടിച്ചു പോയിരുന്നു എന്നതാണ് സത്യം. അറ്റാക്കിംഗ് തേടിൽ അവർക്ക് തൊടാനായത് വെറും 9 ടച്ചുകൾ മാത്രം. കളി കൈവിട്ടു പോകുന്നത് കണ്ട് പരിഭ്രാന്തനായ ടുഹേൽ ഡാൻബേണിനെയും കോൺസെയും ഒക്കെ ഇറക്കി പ്രതിരോധം തീർക്കാൻ നോക്കിയെങ്കിലും അർജന്റീൻ പ്രളയത്തിനു മുന്നിൽ അതൊന്നും ഒന്നുമായില്ല. കടിഞ്ഞാൻ പോയൊരു കപ്പലായിരുന്നു ഇംഗ്ലീഷ് പട. 75-ാം മിനിറ്റിന് ശേഷം മാത്രം ഈ ടൂർണമെൻറ്റിൽ ഉടനീളം 11 ഗോളുകളാണ് ഈ നീലപ്പട അടിച്ചുകൂട്ടിയത്. ഫുട്ബോൾ എന്നതൊരു വിനോദം മാത്രമല്ല, മറിച്ച് ശ്വാസം നിലക്കുന്ന അവസാന നിമിഷം വരെ നെഞ്ചുവിരിച്ചു പൊരുതി നിൽക്കാനുള്ള ജീവിതത്തിൻ്റെ ഒരു മഹാപാഠം കൂടിയാണെന്നാണ് ഈ പട നമ്മോട് പറയുന്നത്. ഒരൊറ്റ മത്സരം മാത്രം ബാക്കി. കാൽപന്തിൻ്റെ മിശിഹ വീണ്ടും ഒരു വിശ്വകിരീടത്തിൻ്റെ സുവർണശോഭയിലേക്ക് നീങ്ങാൻ 90 മിനിറ്റുകളുടെ അകലം മാത്രം.